ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറി മിട്ടോരി ഡേയ്സ്. ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മിട്ടോരി വളരെ സന്തോഷവതിയായിട്ട് ബ്രിനെ നോക്കി കിടക്കുന്നതാണ്. അന്ന് രാത്രി തന്നെ മിട്ടോരിയുടെ വീട്ടില് മിട്ടോരിന്റെ അമ്മ മിട്ടോരിന്റെ റൂമിൽ വെച്ച് ഒരു ബോക്സ് കാണുന്നു. ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ സിജയുടെ കുറെ ഫോട്ടോസ്. പിന്നെ പിറ്റേ ദിവസമായി. അങ്ങനെ നമ്മുടെ മിഡോരി വളരെ ഹാപ്പി ആയി എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന കർട്ടൻ മാറ്റിയിട്ട് ഹായ് നല്ല ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ സന്തോഷിച്ചു. എന്നിട്ട് മിഡോരി സീജിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സീജെ വായും പൊളിച്ച് കൂർപ്പം വലിച്ചിട്ട് രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ്. എന്നിട്ട് മിഡോരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണോ ഇപ്പോഴും ഇത് സ്വപ്നം കാണുന്ന പോലെ ഉണ്ട്. സീജയും ഞാനും രാവിലെ ഒരു ദിവസം ഒരുമിച്ച് എഴുന്നേൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ സേജ് അങ്ങനെ ചെറുതായിട്ട് കണ്ണു ഓർക്കുമ്പത്തേനും അവൾ എഴുന്നേറ്റ് വാ പോവാ, ഞാൻ നിനക്ക് ഡെലീഷ്യസ് ആയ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സേജ് ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് പോയിട്ട് ഒരു പലകയിൽ പോയിട്ട് ഡങ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഇടി. എന്നിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് അവള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട എടുത്തതോ സേജിയുടെ തലയിലും. ഇങ്ങനെ തലയിൽ മുട്ട പൊട്ടിയിട്ട് അതിന്റെ ദേഷ്യത്തിൽ അവൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോ നമ്മുടെ മിട്ടോരി വേഗം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞിട്ട് സോറി ചോദിച്ചു. എന്നിട്ട് സേജി അവിടുന്ന് വേഗം വന്ന് സ്കൂളിൽ പോകാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പൊ മിട്ടോരി അവന് ഷൂ ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിട്ടോരി ചോദിക്കുകയാണ്, നീ പെൻസിൽ മറന്നോ, ബാഗ് മറന്നോ, ബുക്കുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ചേച്ചിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ കിടന്ന് കാറിയിട്ട് എഴുന്നേറ്റ് പോയി. അപ്പൊ ഇന്നലെ സ്റ്റെപ്പിൽ വെച്ച് കണ്ട ആ ചെറിയ കുട്ടിയില്ലേ, അവള് വന്നിട്ട് ഹായ് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചെറിയ കുട്ടി അവന്റെ കയ്യിലേക്ക് നോക്കി. കയ്യിൽ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തോ മറക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ മിഡോരിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറിയ കുട്ടി പറഞ്ഞു, ഓ നീ ഒന്നും പറയണ്ട, ഞാൻ സ്കൂളിൽ വെച്ച് നിന്നെ കണ്ടോളാന്ന് പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. അപ്പൊ നമ്മുടെ സേജ് ഇങ്ങനെ പറയാണ്, എനിക്കിപ്പോ ചെറിയ പിള്ളേരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പത്തേനും മിഡോരി വേഗം സേജ് ഇത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ ഉയർത്തി ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവള് ഐ ലവ് സേജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സ് തുന്നിയിട്ടിരിക്കുന്നു. എന്നിട്ട് അവള് പറഞ്ഞു, എങ്ങനെയുണ്ട് എന്നെ കാണാൻ, നീ രാത്രി ഉറങ്ങി കിടന്നോണ്ടിരുന്നപ്പോ ഞാനിത് തുന്നിയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവന് ദേഷ്യം വന്ന് അവൻ കയ്യിലുള്ള ഒരു ബാൻഡ് എടുത്ത് അവളെ വലിച്ചു മുറുക്കി കെട്ടാൻ തുടങ്ങി. നാട്ടുകാർ മൊത്തം നിന്നെ കാണുന്നു പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറി നിൽക്കുകയാണ്. അപ്പൊ അവൻ മിട്ടോരിന്റെ അടുത്ത് പറയാണ്, സ്കൂൾ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോകണം, വീട്ടിൽ പോയിട്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ കുഴപ്പങ്ങളൊക്കെ അവസാനിപ്പിക്കണം. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മിട്ടോരി വേഗം കരഞ്ഞിട്ട് ഐ ആം വെർജിൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സേജി സ്കൂളിലെത്തി. അപ്പൊ എല്ലാവരും സേജിന്റെ കയ്യിലുള്ള ബാൻഡ് നോക്കുകയാണ്. ബാൻഡ് നോക്കിയിട്ട് എല്ലാവരും അയ്യോ സേജിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ സേജി വന്ന് ക്ലാസ് റൂം തെരഞ്ഞപ്പോ എല്ലാവരും സേജിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ സേജിന്റെ ക്ലാസ് ലീഡർ പോലത്തെ ആ പെൺകൊച്ചി അവള് പറഞ്ഞു, അങ്ങോട്ട് ആരും ശ്രദ്ധിക്കണ്ട, അവൻ എവിടെയെങ്കിലും പോയി അടിയുണ്ടാക്കി അവൻ ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തതായിരിക്കും ഇതൊക്കെ, ആരും ഇതിനെ കുറിച്ച് മിണ്ടണ്ട, അപ്പൊ അവൻ അടങ്ങിക്കോളും എന്ന് പറഞ്ഞ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പത്തേനും നമ്മുടെ സേജിയുടെ ഫ്രണ്ട് ഓടി വന്നു സേജീനെ കാണാൻ വേണ്ടിയിട്ട്. സേജീന്റെ അടുത്ത് വന്നിട്ട് അവൻ പറയാണ്, എല്ലാരും നിന്റെ കൈനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നിന്റെ റൈറ്റ് ഹാൻഡിന് എന്താ പറ്റിയത്, ഇത് യാക്കൂസാസിന്റെ കാറ് തരിപ്പടമാക്കി അവരെയും ഇതിനകത്ത് ഇരുന്നവരെയൊക്കെ അടിച്ച് തകർത്തതിന്റെ പരിക്കല്ലേ നിന്റെ കയ്യില്. നമ്മുടെ സേജിക്ക് ദേഷ്യം വരും, നീ എന്തിനാ ഇങ്ങനത്തെ റൂമേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പിടിച്ച് ചൂടാവുന്നതാണ്. അപ്പൊ അവന്റെ ആ ക്ലാസ്മേറ്റ് പറയും, മതി നിർത്ത്, നീ വേഗം നിന്റെ ക്ലാസ്സിലേക്ക് പോവാൻ നോക്കുക എന്ന് പറയും നമ്മുടെ ഷെയ്ജിന്റെ ഫ്രണ്ടിന്റെ അടുത്ത്. അപ്പൊ നമ്മുടെ ഷെയ്ജിന്റെ ഫ്രണ്ടിന് ദേഷ്യം വന്നിട്ട്, നീ ആരാന്നോ നിന്റെ വിചാരം എന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ പോവാൻ നിൽക്കും. അപ്പത്തേനും നമ്മുടെ ഷെയ്ജി അവന്റെ മണ്ടയിൽ കാല് വെച്ച് അമത്തിയിട്ട് നീ വേഗം പോവാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ്മേറ്റിന്റെ അടുത്ത് പറയും, എന്റെ ഫ്രണ്ട് കുറച്ച് റഫാണ്, സോറി എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അപ്പൊ അവള് പറയും, എനിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് നിന്റെ റൈറ്റ് ഹാൻഡിന് ഇങ്ങനെ ആയാലും സന്തോഷമേ ഉള്ളൂ എന്ന് പറയും. ഈ ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ എന്ന് പറയും. അപ്പൊ സെയ്ജി ദേഷ്യത്തിൽ അവളുടെ അടുത്ത് വരും. അപ്പൊ അവള് ചോദിക്കും, എന്താ നീ ചെയ്യാൻ പോണോ, എനിക്ക് എന്നെ തല്ലണോ. എന്നിട്ട് അവൻ ദേഷ്യമൊക്കെ അടക്കി പിടിച്ചിട്ട് അവന്റെ ബെഞ്ചിൽ പോയിട്ടിരിക്കും. എന്നിട്ട് അവള് ദേഷ്യത്തോടെ നമ്മുടെ സെയ്ജിനെ നോക്കിയിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഒരുപാട് വയലന്റ് ആയിട്ട് വരികയാണ്, ഇവനെ സ്കൂളിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. നമ്മുടെ മിട്ടോരി സേജിന്റെ ജാക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മുടെ മിഡോരിയും തേജിയും സ്കൂളിന്റെ ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ട് ബണ്ണ് കഴിക്കുകയായിരിക്കും. അപ്പൊ മിഡോരി അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെ പറയാ, അത് നിന്നോട് എന്ന് പറഞ്ഞിട്ട് ആ ബണ്ണിന്റെ കവർ വലിച്ചു കീറും. എന്നിട്ട് അത് കഴിക്കാതിരിക്കുമ്പോഴത്തേനും നമ്മുടെ സേജീനെ അടിക്കാൻ വേണ്ടിയിട്ട് ബുള്ളി ഗാങ്സ് വരും സ്കൂളിലേക്ക്. എന്നിട്ട് അവരിങ്ങനെ വിളിച്ചു കാറും, എവിടെടാ നീ, എവിടെ സേജി, നീ മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വാടാ കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കും.
അപ്പൊ നമ്മുടെ സേജി എഴുന്നേറ്റ് അവരെ അടിക്കാൻ വേണ്ടിട്ട് പോവാണ്. എന്നിട്ട് സേജി പറയാണ്, ഇത് വേറെ ഹൈസ്കൂളിലുള്ള ഇഡിയറ്റ് ഗ്യാങ് ആണ്. ഞാൻ ഈ കൈ വെച്ചിട്ട് എങ്ങനെ ഇനി അവരെ അടിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് അവൻ അവരുടെ അടുത്ത് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഗേളിന്റെ സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ സേജി നോക്കുമ്പോ അത് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടി. ആ ബുള്ളി ഗ്യാങ്സ് ആ പെണ്ണിന്റെ അടുത്ത് ചോദിച്ചു, നീ ആരാണ്? അപ്പൊ ആ ഗേള് ചോദിച്ചു, ആരാടാ നിങ്ങളൊക്കെന്ന് അവളും ചോദിച്ചു. എന്നിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ പറഞ്ഞു. അപ്പൊ ആ ബുള്ളി ഗ്യാങ്സ് ഈ പെണ്ണിനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അവൾക്ക് ദേഷ്യം വന്നു. അപ്പൊ അവൾ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഈ ബുള്ളി ഗ്യാങ്സ് പിന്നെയും ചിരിച്ചിട്ട്, നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? ഞാൻ നിനക്ക് കുറച്ച് തമാശ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവളെ പിടിച്ചിട്ട് ഞങ്ങളുടെ ഒപ്പം കുറച്ചു നേരം ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവള് പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിൽ വെച്ച് ഇഷ്ടമല്ലാത്തത് ഇങ്ങനത്തെ ഉള്ള റൗഡികളാന്ന് പറഞ്ഞു. അപ്പത്തേനും അതിലൊരുത്തൻ വന്നിട്ട് ഒരൊറ്റ അടി. ആ അടി കൊണ്ട് അവൾ അവിടെ വീണു. എന്നിട്ട് അവൻ പറഞ്ഞപ്പോ, എനിക്ക് ഈ പെൺപിള്ളേരുടെ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അവള് വലിച്ചഴിച്ച് അവൻ കൊണ്ടുപോയി. അപ്പൊ അവള് എല്ലാവരുടെ അടുത്തും നോക്കിയിട്ട്, ഗായ്സ് എന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞു. അവള് തിരിഞ്ഞ് എല്ലാവരെയും നോക്കും. പക്ഷെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും വരില്ല. അവളെ അവര് വലിച്ച് ഇഴച്ചായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പത്തേനും നമ്മുടെ സേജി അവിടെ എത്തും. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒരൊറ്റ ചവിട്ട് ചവിട്ടും. അപ്പൊ അവൻ അപ്പുറത്തോട്ട് പറന്നു പോയി വീഴും. എന്നിട്ട് അതിലൊരുത്തൻ ഒരു വടിയെടുത്ത് നമ്മുടെ സേജീനെ ഒരൊറ്റ അടി. അപ്പൊ സേജീന്റെ തലയിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. എന്നാ സേജി ചിരിച്ചുകൊണ്ട് സ്ലോ മോഷനിൽ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോഴത്തേനും അവന് പേടിയായി. എന്നിട്ട് പതിവ് പോലെ 2 മിനിറ്റ് കൊണ്ട് അവരെ അടിച്ചു ഓടിച്ചിട്ടു അവനവിടെ. അപ്പൊ നമ്മുടെ സേജീന്റെ ക്ലാസ്സിലത്തെ ആ പെൺകുട്ടിക്ക് അവനോട് താങ്ക്സ് പറയണമെന്ന് പോലെ ഉണ്ടായിരുന്നു. താങ്ക്സ് പറയാന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും അവന്റെ ഫ്രണ്ട് ഓടി വന്ന് അവിടെ കിടന്ന് തുള്ളിച്ചാടി, വാടാ വന്ന് അടിക്കടാ, നമുക്ക് വെളിയിൽ വെച്ച് ഇന്നും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ചാടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ അവൾക്ക് പിന്നെയും ദേഷ്യം വന്നു. അവള് പറഞ്ഞു, നിന്റെ തല പൊട്ടിയത് എന്റെ മിസ്റ്റേക്ക് അല്ല, നിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ സേജി പറഞ്ഞു, ആ ശരി, ഇതെനിക്ക് എക്സസൈസ് പോലെയാണ്, എനിക്കത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും ക്ലാസ് റൂമിലേക്ക് പോയി. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മിട്ടോരി സേജിന്റെ അടുത്ത്, സേജി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ സേജി പറഞ്ഞു, എന്നെ കുറച്ചു നേരം ഒറ്റയ്ക്ക് വിടൂ എന്ന് പറഞ്ഞു. അപ്പൊ സേജിന്റെ ക്ലാസ് റൂമിലത്തെ ആ കുട്ടി സേജീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവൻ തിരിച്ചു നോക്കിയപ്പോഴത്തേനും അവള് അവനെ നോക്കാത്ത പോലെ അങ്ങനെ തിരിഞ്ഞിരിക്കും. എന്താ ഇപ്പൊ ഇത്, ഇവളിങ്ങനെ നമ്മൾ നോക്കാറില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് സേജി ഷോപ്പിംഗ് മാളില് പെയിന്റിംഗ് മെഷീനിന്ന് പാവക്കുട്ടീനെ എടുക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ആ ബുള്ളി ഗ്യാങ്സ് അവന്റെ ബാക്കിൽ വന്നിട്ട്, വാ അതിനെ കൊണ്ടുപോയാലല്ലേ സേജി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ ലോക്ക് ചെയ്യുന്നു. അപ്പത്തേനും നമ്മുടെ സ്കൂളിൽ ബെല്ലടിച്ചു. അപ്പൊ നമ്മുടെ സേജി മിറ്റോറിനെയും ജാക്കിൽ ഒളിപ്പിച്ചിട്ട് ലോക്കറിന്റെ അടുത്തേക്ക് നടന്നു വരികയായിരിക്കും. എന്നിട്ട് സേജി പറയും, വാ നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പൊ മിറ്റോരി പറയും, എവിടെ? അപ്പൊ സേജി പറയും, ഞാൻ രാവിലെ പറഞ്ഞല്ലേ നിന്റെ വീട്ടിലേക്ക് പോകണമെന്ന്. അപ്പൊ അവന്റെ ലോക്കറിൽ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ടാവും, ഞാൻ നിന്റെ ഫ്രണ്ടിനെ പിടിച്ചുകൊണ്ട് പോയി അവനെ കൊല്ലണ്ടെന്നുണ്ടെങ്കിൽ നീ വേഗം വരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ അവിടെ ആ കത്ത് വലിച്ചേറി കളഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവും അവനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ സേജിയുടെ ക്ലാസ്സിലെ ഗേള് വന്നിട്ട് ആ ലെറ്റർ എടുത്ത് നോക്കും. ആ ബുള്ളി ഗ്യാങ്സ് അവന്റെ ഫ്രണ്ടിനെ പിടിച്ച് അവിടെ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവൻ അവിടെ കിടന്ന് കാറും, എന്റെ സേജി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ 1 മിനിറ്റ് കൊണ്ട് എല്ലാരും അടിച്ച് കൊല്ലും, അവൻ ഇപ്പൊ വരുന്നു പറഞ്ഞു. അപ്പൊ ആ ബുള്ളി ഗ്യാങ്സിലത്തെ ഒരുത്തൻ, നിന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പഴയ കാലമാണ് ഓർമ്മ വരണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സേജ് കൂടി പോകുമായിരിക്കും അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മിട്ടോരിന്റെ അടുത്ത് പറയും, ആദ്യം പോയി അവനെ രക്ഷിക്കാൻ, എന്നിട്ട് വേണം നിന്റെ വീട്ടിൽ പോകാന്ന് പറയും. അപ്പൊ മിട്ടോരിക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമല്ലാത്തത് പോലെ ആന്ന് പറയും. അപ്പൊ നമ്മുടെ സേജി പറയും, എന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയും എന്റെ വീട്ടിലേക്ക് പോകണം എന്ന്, നിനക്ക് എന്താണ് അതിൽ പ്രശ്നം? അപ്പൊ നമ്മുടെ മിട്ടോരി പറയും, ആ ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവര് ഓടാണ് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സേജിയുടെ ക്ലാസ് റൂമിലത്തെ ആ പെങ്കൊച്ച് നടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഒന്നും അടി ഉണ്ടാക്കാനാണോ അവൻ പോകുന്നത്? പക്ഷെ എന്നെ ഒന്ന് രക്ഷിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അവനെ രക്ഷിച്ചുള്ളൂ. പക്ഷെ അതും അവൻ വലിയ ഹീറോ ആണെന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അവന്റെ കോപ്രായമാണ്. അപ്പൊ അവൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ എന്താ ഇനിയും ഇടിയറ്റിനെ പോലെ ഇരിക്കണം, എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നെങ്കിലും അവൻ അറിയണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഓടി സേജീന്റെ അടുത്ത് പോകും. അപ്പൊ ആ ബുള്ളി ഗ്യാങ്സ് നമ്മുടെ സേജീന്റെ ഫ്രണ്ടിനെ അവിടെ ഇട്ടിട്ട് ഫുട്ബോൾ പോലെ ചവിട്ടിക്കൊണ്ടിരിക്കുകയും. അപ്പത്തേനും നമ്മുടെ സേജി അവിടെ എത്തും. സേജി അവന്റെ ജാക്കറ്റ് ഊരിയിട്ട് നമ്മുടെ മിഡോരിനെ ഫുള്ളായിട്ട് പൊതിഞ്ഞു വെക്കും. എന്നിട്ട് പറയും, ഞാൻ സമയത്തിന് എത്തി, പെണ്ണുങ്ങളെ വന്ന് എന്താന്ന് വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കും. അപ്പൊ നമ്മുടെ ബുള്ളി ഗ്യാങ്സിലത്തെ ഹെഡ്, ആ നീ വന്നോ, എന്നാ പിന്നെ തുടങ്ങുകയല്ലേ എന്ന് പറയും. അപ്പത്തേനും അതിൽ ഒരുത്തൻ വന്നിട്ട് അവനെ ഇടിക്കുമ്പോ അവൻ താഴെ വീഴും. പക്ഷെ അവൻ ഒന്നും ചെയ്യില്ല. അപ്പത്തേനും സേജിന്റെ ക്ലാസ് റൂമിലത്തെ ആ പെൺകുട്ടി അവിടെ ഓടി വരും. ഓടി വന്നിട്ട് അവള് നോക്കുമ്പോ സേജിനെ അവിടെ എല്ലാവരും ഇട്ടിട്ട് ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവൻ തിരിച്ചൊന്നും ചെയ്തിട്ടുണ്ടാവില്ല.
ഉണ്ടാവില്ല. അപ്പത്തേനും ആ ബുള്ളി ഗാങ്സിലെ ഒരുത്തൻ വലിയൊരു കല്ലെടുത്തോണ്ട് വന്നിട്ട് അവന്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ ബുള്ളി ഗാങ്സിലെ ഹെഡ് പറയും, വേണ്ട, മതി, നിർത്ത്, ഇനി അവൻ ഒരിക്കലും നമ്മുടെ വഴിയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരും പോകും. അപ്പൊ നമ്മുടെ സേജിയുടെ ഫ്രണ്ട് ബാക്കിൽ വന്നിട്ട് പറയും, അവരെ നിന്റെ സൈഡിൽ നിർത്താൻ കൂടി അർഹതയില്ല, നീ ഒരടിയെങ്കിലും അവരെ അടിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ സേജി പറയും, നിനക്കത് മനസ്സിലായില്ല, ഇനി ഞാൻ അവരെ അടിച്ചു കഴിഞ്ഞാൽ അവര് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ തന്നെ നമ്മുടെ സ്കൂളിൽ വന്ന് ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് പ്രശ്നങ്ങളായി എന്ന് പറഞ്ഞിട്ട് സേജി പാവം പതുക്കെ നമ്മുടെ സേജിന്റെ ഫ്രണ്ടിനെ പിടിച്ച് എഴുന്നേക്കും. എന്ന കാരണം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുതും. അപ്പൊ നമ്മുടെ സേജിയുടെ ഫ്രണ്ടിന് സങ്കടമായി. അപ്പൊ സേജി പറഞ്ഞു, നീ കരയണ്ട, വാ പോവാന്ന് പറഞ്ഞ് സേജി നടക്കാൻ ശ്രമിക്കുക. അപ്പത്തേനും അവന് നടക്കാൻ സാധിക്കുന്നില്ല, അവൻ വീഴാൻ പോകും. അപ്പത്തേനും നമ്മുടെ സേജിയുടെ ഫ്രണ്ട് പിടിക്കും, എന്നിട്ട് പറയും ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരി കയ്യിലിരുന്നിട്ട്, നീ നിന്റെ ഫ്രണ്ട് പറയണ കേൾക്കുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വരും. അപ്പൊ മിണ്ടാതിരിക്കാൻ പറയും അവളുടെ അടുത്ത്. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ സേജിയുടെ ഫ്രണ്ട് നീ വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ സേജിന്റെ ക്ലാസ്സിലത്തെ ആ കുട്ടി എല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടാവും. അവളുടെ മനസ്സിൽ സേജിയെ ഇഷ്ടപ്പെട്ടു വരും. എന്നിട്ട് സേജി തലയിൽ കയറും ബാൻഡൊക്കെ ആയിട്ട് ക്ലാസ് റൂമിൽ വന്നിരിക്കും. എന്നിട്ട് അവന്റെ ക്ലാസ്സിലുള്ള ആ പെങ്കൊച്ച് ഡെസ്ക് നീക്കിയിട്ട് അവന്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് അവൾ ഇങ്ങനെ ഇഷ്ടത്തിൽ നോക്കും. അത് നമ്മുടെ മിഡോരി കാണുന്നുണ്ടാവും. അത് നമ്മുടെ മിഡോരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ സേജി മിഡോരി അവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡോരിന്റെ വീട്ടിലോട്ടായിരിക്കും. മിഡോരി പറയാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണ്ട, വാ തിരിച്ചു പോകാന്ന് പറയും. ഇപ്പൊ ദേഷ്യം വന്ന നമ്മുടെ സേജി മിഡോരിനെ ജാക്കിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കും മിണ്ടാതിരിക്കാൻ വേണ്ടി. പെട്ടെന്ന് അവനെ ക്രോസ് ചെയ്തിട്ട് ഒരു ചെറുപ്പക്കാരൻ പോകും. അപ്പൊ അവൻ പറയും, അത് മിഡോരിയുടെ ആളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേജിനെ അവൻ നോക്കും. പിന്നെ നമ്മുടെ സേജി വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട്, മിഡോരി എവിടെ, അറ്റ്ലീസ്റ്റ് എവിടെയാണെന്നുണ്ടെങ്കിൽ പറയൂ, മിഡോരിനെ കാണണമെന്ന് പറയും. അപ്പൊ ആ ജോലിക്കാരി ഇല്ല, ഇവിടെ ഇല്ല എന്ന് പറയും. അപ്പത്തേനും മിഡോരിയുടെ അമ്മ വന്നിട്ട്, നീ സേജി അല്ലേ എന്ന് ചോദിക്കും. അവനെ വേഗം അകത്തോട്ട് വിടാൻ പറയും. അപ്പൊ അവൻ പറയും, ഞാൻ എന്റെ പേര് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ അവർക്ക് എന്റെ പേരറിയാം? കതവ് തുറന്നിട്ട് നമ്മുടെ മിഡോരിയുടെ അമ്മ അകത്തേക്ക് വരാൻ പറയും, ഈ വഴിയിലോട്ട് പോവാന്ന് പറയും. അപ്പൊ ഇവൻ ശരിയെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ മിഡോരിയുടെ റൂമിലേക്ക് പോകും. അപ്പൊ ഇവൻ കൊണ്ട് പോകുവാണെങ്കിൽ ഇത് വളരെ അത്ഭുതമായിരിക്കും, എന്റെ പേര് പറയാണ്ട് ഇവർക്ക് എങ്ങനെ എന്റെ പേരറിയാന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ മിഡോരിയുടെ അമ്മ പറയും, നീ വന്നത് കണ്ടാൽ മിഡോരി വളരെ സന്തോഷപ്പെടുന്നു പറഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് പോകും. അപ്പൊ നമ്മുടെ മിഡോരി കോമ സ്റ്റേജിലായതുപോലെ കട്ടിൽ കിടപ്പുണ്ടാവും. എന്നിട്ട് മിഡോരിയുടെ അമ്മ പറയും, 3 ദിവസമായി അവളിങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയിട്ട്, ഇതിന്റെ കാരണം എന്താണെന്ന് ഡോക്ടർക്ക് പോലും മനസ്സിലായിട്ടില്ല, ഇതിന്ന് എങ്ങനെ അവളെ രക്ഷിക്കണമെന്ന് ഡോക്ടർക്ക് കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല. എന്നിട്ട് ഒരു ബോക്സ് തുറന്നിട്ട് സേജിന്റെ കുറെ ഫോട്ടോസ് എടുത്ത് സേജിന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ മിഡോരിയുടെ അമ്മ പറയും, മിഡോരി അവളുടെ മിഡിൽ സ്കൂളിൽ വെച്ച് തന്നെ നിന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറയും. അവൾ പക്ഷെ നിന്നോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, അവൾക്ക് നിന്നെ നോക്കി നിൽക്കാനേ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഒരു ദിവസം എന്റെ ഫീലിങ്സ് ഞാൻ അവനെ വെളിപ്പെടുത്തും, എന്നിട്ട് ഞാനും അവനുമായിട്ട് വെളിയിൽ പോകും, അതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നാണ് അമ്മ എന്റെ അടുത്ത് മിഡോരി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ സേജി ഇങ്ങനെ ആലോചിക്കുകയാണ്, മിഡോരി തന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് മാറിയതിനു ശേഷം അവൾ സേജിന്റെ അടുത്ത് പറയില്ല, ഞാൻ വളരെ സന്തോഷവതിയാണ് ഇങ്ങനെ ആയതിലെന്ന്. അതവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. പക്ഷെ നീ ഇവിടെ വന്നിട്ട് നിന്നെ അവൾക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ, പാവം മിഡോരി എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഫോട്ടോസ് ഒക്കെ എടുത്ത്, മിഡോരിയുടെ അമ്മ ആ ഫോട്ടോസ് ഒക്കെ എടുത്ത് ആ ബോക്സിൽ തന്നെ മൂടി വെക്കും. എന്നിട്ട് കരയുമ്പോഴത്തേനും മിഡോരിക്ക് സങ്കടാവും. അപ്പൊ മിഡോരിയുടെ അമ്മ പറയും, സോറി, ഞാൻ ഇന്ന് മുന്നിൽ വെച്ച് കരഞ്ഞേനെന്ന് പറയും. ചേച്ചി പറയും, സാരമില്ല, പറയും, ഞാനൊരു സത്യം പറയാന്ന് പറഞ്ഞിട്ട് എന്റെ റൈറ്റ് ഹാൻഡ് ജാക്കറ്റ് ഒന്ന് എടുത്തിട്ട് മിഡോരിനെ കാണിക്കും. പെട്ടെന്ന് മിഡോരി വേഗം ആ ജാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ കയറാൻ നോക്കും. അപ്പൊ നമ്മുടെ ചേച്ചി വെളിയിലിറങ്ങും എന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരിയുടെ അമ്മ, ഞാൻ നിനക്ക് ചായ എടുത്തു വരാന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് മിഡോരിയുടെ അമ്മ പറയും, നിനക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നീ അവളോട് സംസാരിക്കുക, എന്റെ വോയിസ് കേട്ടാൽ മിഡോരിക്ക് വളരെ സന്തോഷമാകും എന്ന് പറഞ്ഞ് കഥ പഠിച്ചിട്ട് മിഡോരിയുടെ അമ്മ അവിടെ നിന്ന് പോയി. അപ്പൊ നമ്മുടെ സേജി മിഡോരിന്റെ അടുത്ത് പറയും, നീ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്, നിന്റെ അമ്മ സങ്കടപ്പെടുന്നത് കണ്ടില്ലേ, നിനക്ക് നിന്റെ അമ്മനെ നോക്കിക്കൂടെ എന്ന് പറയും. അപ്പൊ നമ്മുടെ മിഡോരി പറയും, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. അതെന്താ നിന്നെ കൊണ്ട് പറ്റാത്തതെന്ന് നമ്മുടെ സേജി ചോദിക്കും. അപ്പൊ നമ്മുടെ ചേച്ചി പറയും, നിനക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നീ നിന്റെ അമ്മയോടെങ്കിലും നീ ഇങ്ങനെ ആയിന്നൊന്ന് കാണിക്ക്. ഇപ്പൊ നമ്മുടെ മിഡോരി പറയും, പക്ഷെ പറ്റില്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സേജി പറയും, നമ്മളെ കൊണ്ട് ഒന്നേ ചെയ്യാൻ പറ്റും, ഞാൻ നിന്റെ ഒറിജിനൽ ബോഡിയുമായി നിന്നെ കണക്ട് ചെയ്യിക്കാൻ നോക്കാം. അപ്പൊ മിഡോരി ചോദിക്കും, എങ്ങനെ? അപ്പൊ നമ്മുടെ സേജി പറയും, എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും മെർജ് ചെയ്യാനോ എങ്ങനെയെങ്കിലും നോക്കി ഞാൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ മിഡോരി ചോദിക്കും, തിരിച്ച് നോർമൽ ലൈഫിലേക്കോ? എന്നിട്ട് മിഡോരി സേജിന്റെ അടുത്ത് പറയും, ഞാൻ തിരിച്ച് ശരിക്കുമുള്ള എന്റെ ബോഡിയിൽ പോയതിനു ശേഷം എന്നെ വെളിയിലൊക്കെ കൊണ്ടുപോകുന്നു. ഇപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വരും, ആദ്യം നീ ഉള്ളിൽ പോ, എന്നിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് കാറിയിട്ട് നമ്മുടെ മിഡോരിയുടെ ശരിക്കുമുള്ള ശരീരത്തിൽ പുതപ്പ് വലിച്ചു ഊരും. അങ്ങനെ പുതപ്പ് വലിച്ചു ഊരുമ്പോഴത്തേനും അപ്പൊ മിഡോരി അവിടെ ഒരു ഡ്രസ്സ് പോലും ഇടാണ്ടായിരിക്കും കിടന്നിട്ടുണ്ടാവുക.
അത് കണ്ട് നമ്മുടെ സേജീന്റെ കണ്ണ് മിഡോരി പോയി പൊത്തും. കാണണ്ട നോക്കണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ സേജി പറയും, "എന്നാ ഞാൻ കണ്ണ് പൊത്തി നിക്കാം. നീ വേഗം നിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോന്ന്" പറഞ്ഞിട്ട് മിഡോറിന്റെ ശരിക്കുള്ള ശരീരത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് സേജി പറയും, "വേഗം കേറ് വേഗം കേറ്" എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് മിഡോറിനെ തള്ളിക്കയറ്റാൻ നോക്കും. മിഡോരിയുടെ അമ്മയും അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയും കൂടെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ മിഡോരിയുടെ അമ്മ അവിടെ തലചുറ്റി വീഴും. അപ്പൊ അവിടെ ജോലിക്ക് നിൽക്കുന്ന എല്ലാവരും കേറി വരും. അവര് വിചാരിക്കുക എന്താ നമ്മുടെ സേജീന്റെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് അവളെ എന്തോ മിസ്ബിഹേവ് ചെയ്യുന്നതാണ്. അപ്പൊ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ സേജീനെ അടിച്ചോടിക്കുക അവിടുന്ന്. അപ്പൊ നമ്മുടെ സേജി അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. അപ്പൊ നമ്മുടെ മിഡോരിയുടെ അമ്മ അവളെ പോയി കെട്ടിപ്പിടിച്ച്, "ഞാൻ നിന്നെ രക്ഷിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നീ എങ്ങനെയെങ്കിലും വേഗം ഒന്ന് എഴുന്നേക്കും മിഡോരി" എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അവളുടെ മുഖത്ത് ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കിടക്കും. അപ്പൊ നമ്മുടെ മിഡോരി ആണെങ്കിലോ അവൾക്കും ഭയങ്കര സങ്കടാവും. അവള് നമ്മുടെ സേജീനെ കെട്ടിപ്പിടിച്ച് കരയുണ്ടാവും. അപ്പൊ നമ്മുടെ സേജി അവന്റെ കൈയും കൂടെ അവളെ ചേർത്ത് പിടിക്കും. എന്നിട്ട് അവരങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. നമ്മുടെ സേജി കൂർക്കം വലിച്ച് പതിവ് പോലെ ഉറങ്ങി. അപ്പൊ നമ്മുടെ മിഡോരി ഉറങ്ങുന്നില്ല. അവള് ഡയറി എഴുതുകയാണ് കരഞ്ഞുകൊണ്ട്. "അമ്മ ഇങ്ങനെ കരയല്ലേ, അമ്മ കരയണ കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല" എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. എന്നിട്ട് അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസവും രാവിലെ ആയപ്പോ അവൾ ആ കർട്ടൻ ഓപ്പൺ ചെയ്തിട്ട് അവൾ ആകാശം നോക്കി സംസാരിക്കുകയാണ്. "അമ്മ കരയല്ലേ, ഞാനിങ്ങനെ ആയതിൽ അമ്മ ഇങ്ങനെ കരയല്ലേ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സേജീന്റെ കൂടെ ഞാൻ ഹാപ്പി ആയാണ് ഇരിക്കുന്നത്. സാഡായി ഇരിക്കില്ലേ അമ്മ" എന്ന് പറഞ്ഞിട്ട്, സാഡായി ഇരിക്കില്ലേ എന്ന് പറഞ്ഞു. പാവം നമ്മുടെ മിഡോരിക്ക് അവളുടെ അമ്മ ഇങ്ങനെ കരയുന്നത് കാണാൻ ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലത്തെ ലവ് സ്റ്റോറി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്റെ കഥ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ മിഡോരി ഡേയ്സിന്റെ തുടക്കവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.